എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ എക്സസൈസ് 1.5-ലെ 3 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഈക്വൽ ടു 1 2 3 4 5 6 7 8 9, എ ഈക്വൽ ടു 2 4 6 8 ആൻഡ് ബി ഈക്വൽ ടു 2 3 5 7, വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി the whole complement equal to A complement intersection B complement. Second, A intersection B the whole complement equal to A complement union B complement. ഇത് ഏത് ലോയാണ്? ഈ ലോയ്ക്ക് പേരുണ്ട് അല്ലേ, ഇത് ഡി മോർഗൻസ് ലോയാണ്. നമ്മൾ പഠിച്ചതാണ്, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റിൻ്റെ ഇതിൽ പഠിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സെറ്റ് വെച്ചിട്ട് ഈ സെറ്റ്സുകളെല്ലാം വെച്ച് വെരിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം ഫസ്റ്റത്തെ ഇത് വെരിഫൈ ചെയ്യാം. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇതെങ്ങനെ വെരിഫൈ ചെയ്യും? ആദ്യം ഈ സൈഡ് നമ്മൾ കണ്ടുപിടിക്കും. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കും. ഇനി അടുത്തത് ആർ എച്ച് എസ്. ആർ എച്ച് എസ് എന്ന് വെച്ചാൽ എന്താ? റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് ഈ ഒരു സൈഡ്. ഈ സൈഡിൽ എന്താണ്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കും. അതാണ് നമ്മൾ ഇതിൽ വെരിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ യൂണിയൻ ബി കണ്ടുപിടിക്കണം അല്ലേ, എന്നാലാണ് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എ യൂണിയൻ ബി എന്താണ്? യൂണിയൻ എന്ന് വെച്ചാൽ എന്താ? എല്ലാ എലമെൻസും എഴുതണം. എയിലെ എല്ലാ എലമെൻസും വേണം, ബിയിലെയും എല്ലാ എലമെൻസും വേണം. അപ്പോൾ എ യൂണിയൻ ബി എന്താ? 2, പിന്നെ 4 6 8, പിന്നെ ബിയിൽ എന്തൊക്കെയുള്ള? 2 3 5 7. 2 ഇവിടെ ഒരു വട്ടം എഴുതിയിട്ടുണ്ട്, അപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 5 7. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി ഭംഗിയിൽ അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓർഡർ സെറ്റിലൊരു പ്രശ്നമല്ലാത്തതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും എഴുതാം. 2 3 4 5 6 7 8. ഇതാണ് എ യൂണിയൻ ബി അല്ലേ. എയിലെ എല്ലാ എലമെൻറ്റും 2 4 6 8 ഉണ്ട്. ബിയിലെ എല്ലാ എലമെൻറ്റും 2 3 5 7 ഉണ്ട്. അപ്പോൾ എ യൂണിയൻ ബി കിട്ടി. ഇനി എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സ് മാറ്റാം അല്ലേ. യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ യൂണിയൻ ബി, അതായിരിക്കും എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? യു മൈനസ് എ യൂണിയൻ ബി, അതായത് ഈ എലമെൻറ്റ്സ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റിക്കളയുക. അപ്പോൾ ബാക്കി എന്താ വരണത്? എ യൂണിയൻ ബി യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 2 3 4 5 6 7 8 ഇത്രയും മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിന് എന്താ ഉള്ളത്? ഇവിടെ 1 ഉണ്ട്, പിന്നെ ഒരു 9 ഉണ്ട് ബാക്കി. അപ്പോൾ എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വന്നത്? 1 9. എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എന്ത് കിട്ടി? 1 9 കിട്ടി. ഇനി അടുത്തത് എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കാം. എ കോംപ്ലിമെൻ്റ് എന്താണ്? എ എന്താ? 2 4 6 8. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 2 4 6 8 മാറ്റുക, ബാക്കിയുള്ളത് എഴുതാം. ഏതാ? 1 3 5 7 9. ഇനി ബി കോംപ്ലിമെൻ്റ് എന്താ? ബി ഈക്വൽ ടു 2 3 5 7. അപ്പോൾ ബി കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഈ സെറ്റിൽ നിന്ന് 2 3 5 7 മാറ്റി ബാക്കി എലമെൻറ്റ്സ് എഴുതാം. അതായത് 1 2 വേണ്ട, 3യും വേണ്ട, 4 എഴുതാം, 5 എഴുതണ്ട, 6 എഴുതാം, 7 എഴുതണ്ട, 8 9. അപ്പോൾ എ കോംപ്ലിമെൻറ്റും കിട്ടി, ബി കോംപ്ലിമെൻറ്റും കിട്ടി. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ഈ സൈഡ് കണ്ടുപിടിച്ചു അല്ലേ. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എന്താ? 1 9. അത് എന്തിനോട് ഈക്വലാന്ന് കാണിക്കണം? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻ്റ് എന്ത് കിട്ടി? 1 3 5 7 9. ബി കോംപ്ലിമെൻ്റ് എന്ത് കിട്ടി? 1 4 6 8 9. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിലും ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ രണ്ട് സെറ്റുകളുടെയും ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന രണ്ട് എലമെൻ്റ് ഏതാ? ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 9 ഉണ്ട്. അപ്പോൾ 1ഉം 9ഉം തന്നെയാണ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി? എ യൂണിയൻ ബി the whole complement equal to A complement intersection B complement. ഇവിടെ എന്താണ്? യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് 1 9, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും 1 9. അപ്പോൾ എന്തായി? ഹെൻസ് വെരിഫൈഡ്. ഇനി അടുത്തത് വെരിഫൈ ചെയ്യേണ്ടത് എന്താ?
എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്താണെന്ന് നോക്കിയേ. എയിൽ 2 4 6 8, ബിയിൽ 2 3 5 7. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? 2 അല്ലേ? ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ 2, കാരണം 2 മാത്രമാണ് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്. ഇപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി എന്താ? 2. ഈ 2നെ മാറ്റി ബാക്കി എല്ലാ എലമെൻറ്റ്സും എഴുതാം. അപ്പോൾ എന്താണ്? 1 3 4 5 6 7 8 9. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കിട്ടി. എന്താ? അപ്പോൾ ഈ ഒരു ഭാഗത്തെ കണ്ടുപിടിച്ചു. ഇനി ഈ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഫസ്റ്റത്തെ ഇത് ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്തായിരുന്നു? 1 3 5 7 9. ബി കോംപ്ലിമെൻറ്റ് 1 4 6 8 9. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെൻറ്റിലെ എല്ലാ എലമെൻറ്റ്സും വേണം, ബി കോംപ്ലിമെൻറ്റിലെയും എല്ലാ എലമെൻറ്റ്സും എഴുതണം. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്താ? 1 3 പിന്നെ 4 5 6 7 8 9. ഇവിടെ നോക്കിയേ, ഇത് തന്നെയല്ലേ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്? 1 3 4 5 6 7 8 9. അത് തന്നെയല്ലേ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. മീൻസ് വെരിഫൈഡ്. അങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ അപ്രോപ്രിയേറ്റ് വെൻ ഡയഗ്രാം ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്, സെക്കൻഡ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, തേർഡ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്, ഫോർത്ത് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും എന്ത് തന്നെയാണ്? നമുക്കറിയാം സെയിം തന്നെയാണ് അല്ലേ? അക്കോർഡിംഗ് ടു ഡി മോർഗൻസ് ലോ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എന്താണ്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അതായത് ഈ ഫസ്റ്റത്തെ ഈ രണ്ട് സെറ്റിൻ്റെയും വെൻ ഡയഗ്രാം വരച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? സെയിം തന്നെയായിരിക്കും. അത് തന്നെയാണ് ഇവിടെയും. ഇതും രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എന്താ? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്ക് ശരിക്കും രണ്ട് ഡയഗ്രാംസ് ആണ് വരയ്ക്കാനുള്ളൂ. കാരണം രണ്ടെണ്ണം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഈ രണ്ടെണ്ണവും സെയിം തന്നെയാണ്. ആദ്യം എന്ത് വരയ്ക്കണം? ആദ്യം ഒരു യൂണിവേഴ്സൽ സെറ്റ്. അത് എങ്ങനെയാണ് വരയ്ക്കുക? റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിൽ യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് അടയാളപ്പെടുത്താം. ഇനി നമുക്കിവിടെ എ ബി രണ്ട് സെറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഒരു സെറ്റ് അതെങ്ങനെയാണ് വരയ്ക്കുക? സർക്കിളായിട്ടാണ് സബ്സെറ്റ്സുകൾ, അതായത് യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ്സായ എയും ബിയും വരയ്ക്കേണ്ടത്. അപ്പോൾ ഒരു സർക്കിൾ എന്താക്കി? എ ആക്കുക, അടുത്ത സർക്കിൾ എന്ത്? ബി ആക്കുക. അപ്പോൾ ഇനി എ ഇൻ്റർസെക്ഷൻ ബി എന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് നമ്മളിവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ എലമെൻറ്റ്സ് എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കും. അപ്പോൾ ഇതാണ് ബി. എയും ബിയും കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എയിലും ബിയിലും ഉള്ള എലമെൻറ്റ്സ് ഒന്നും പാടില്ല. ബാക്കി എല്ലാ എലമെൻറ്റ്സും യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും എന്തിൽ പെടും? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബി മൈനസ് ചെയ്യുക. അതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് അല്ലേ? അപ്പോൾ അത് ഏത് ഭാഗമായിരിക്കും? ഈ ഭാഗങ്ങൾ, ഈ സർക്കിൾ, രണ്ട് സർക്കിളിൻ്റെയും ഉള്ളിലെ ഭാഗങ്ങൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും എന്താണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് എന്ത്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇത് തന്നെയാണ് എന്ത്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഒരു റെക്റ്റാങ്കിളിൽ യൂണിവേഴ്സൽ സെറ്റ് ഇടുക, അതിൻ്റെ ഉള്ളിലെ രണ്ട് സബ്സെറ്റ് രണ്ട് സർക്കിൾസായിട്ട് വരയ്ക്കുക. ഇനി ഈ സർക്കിൾസിലെ ഒരു എലമെൻറ്റും എന്തിൽ കാണില്ല? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റിൽ കാണില്ല. അപ്പോൾ ബാക്കി ഭാഗം ഷെയ്ഡ് ചെയ്യുക. ആ ഷെയ്ഡ് ചെയ്ത ഭാഗമായിരിക്കും എന്ത്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇത് തന്നെയാണ് സെക്കൻഡ് ഇതും വരച്ചു കഴിഞ്ഞാൽ കിട്ടുക. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എന്താ വരയ്ക്കേണ്ടത് നമുക്ക്? എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി
ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് വരച്ചു? യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിളായിട്ട് വരച്ചു. ഇനി എയും ബിയും വരയ്ക്കുക. എ ഒരു സർക്കിള്, ബി ഒരു സർക്കിള്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ഏത് ഭാഗമാണ്? ഈ ഒരു ഭാഗം അല്ലേ? എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് ഏത് ഭാഗമാണ്? ഈ ഒരു ഭാഗം. മനസ്സിലാവണ്ടല്ലോ? ഈ ഒരു ഭാഗമാണ് എ ഇൻ്റർസെക്ഷൻ ബി ആയിട്ട് വരുന്നത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു ഭാഗം ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും എന്തിൽ പെടും? എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റിൽ പെടും. മനസ്സിലായി? അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി വെൻ ഡയഗ്രാമത്തിൽ വരയ്ക്കാൻ പറഞ്ഞാൽ ഏത് ഭാഗമായിരിക്കും? ഈ ഒരു കുഞ്ഞു ഭാഗമായിരിക്കും അതിൽ വരാം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് വരയ്ക്കാൻ പറഞ്ഞാൽ എന്താ? ഈ ഒരു ഭാഗം പെടരുത്, ബാക്കിയെല്ലാം. ഇതിങ്ങനെ നിങ്ങൾ ഷെയ്ഡ് ചെയ്താൽ മതി. ഇങ്ങനെ വരച്ചിടുന്നേക്കാളും നല്ലത് ഷെയ്ഡ് ചെയ്യുക. പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്യരുത്, ഇത് വിടാം. മനസ്സിലായ? അപ്പോൾ ബാക്കി എല്ലാ ഭാഗമാണ് എന്ത്? ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇത് തന്നെയാണ് എന്ത്? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. 6th question. Let U be the set of all triangles in a plane. If A is a set of all triangles with at least one angle different from 60 degree, what is a complement? U എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. എന്താണ്? എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ഒരു സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ് ആണ് എന്ത്? യു. അതാണ് യു എന്ന് പറയുന്നത്. എന്താ? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. ഇനി എ എന്ന് പറയുന്നത് എന്താണ്? യുവിൻ്റെ ഒരു സബ്സെറ്റാണ് അല്ലേ? എ എന്ന് പറയുന്നത് യുവിലുള്ള എലമെൻസ് ഉള്ള വേറൊരു സെറ്റ്, യുവിൻ്റെ തന്നെ ഒരു സബ്സെറ്റാണ് എ. എയുടെ പ്രത്യേകത എന്താണ്? എ ഈസ് എ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ ഡിഫറെൻറ്റ് ഫ്രം 60 ഡിഗ്രി. അറ്റ്ലീസ്റ്റ് അതായത് കുറഞ്ഞത് ഒരു ആംഗിള് എന്തായിരിക്കും? 60 ഡിഗ്രിന്ന് 60 ഡിഗ്രി അല്ലാത്ത അങ്ങനത്തെ ട്രയാങ്കിൾസിൻ്റെ സെറ്റാണ് എ എന്ന് പറയുന്നത്. അതായത് എന്താണ്? മിനിമം വൺ ആംഗിളെങ്കിലും 60 ഡിഗ്രി ആവരുത്. അത് മോർ ദാൻ വൺ ആംഗിൾ ആവാം. അതായത് 60 ഡിഗ്രി അല്ലാത്ത എന്താ? ഇപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും 60 ഡിഗ്രി അല്ല, അതും ഈ എ എന്ന് പറഞ്ഞ സെറ്റിൽ വരും. അതായത് മിനിമം ഒരു ആംഗിളെങ്കിലും 60 ഡിഗ്രി ആവരുത്. അങ്ങനത്തെ ട്രയാങ്കിൾസിൻ്റെ സെറ്റാണ് എ. അതായത് എ എന്ന് പറയുന്നത് എങ്ങനത്തെ ട്രയാങ്കിളായിരിക്കും? എല്ലാ 3 ആംഗിളും 60 ഡിഗ്രി ആവുന്ന ട്രയാങ്കിൾ ഏതാ? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? 3 ആംഗിളും 60 ഡിഗ്രി വരുന്നത് എന്താണ്? ഈക്വിലാറ്ററൽ ട്രയാങ്കിളിനാണ്. അപ്പോൾ ഒരു ആംഗിളെങ്കിലും 60 ഡിഗ്രി ആവരുത് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് സെറ്റ് എന്തിൻ്റെ സെറ്റാ? സെറ്റ് ഓഫ് ഓൾ നോൺ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് അല്ലേ? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് അല്ലാത്ത ട്രയാങ്കിൾസിൻ്റെ സെറ്റാണ് എ എന്ന് പറയുന്നത്. അതാണ് ഈ 60 ഡിഗ്രി എന്ന് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, 60 ഡിഗ്രി കുറഞ്ഞത് ഒരു ആംഗിളെങ്കിലും 60 ഡിഗ്രി ആവരുത്. 3 ആംഗിളും 60 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ അത് എന്ത് ട്രയാങ്കിളായി മാറും? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവും. അപ്പോൾ ഒരെണ്ണെങ്കിലും 60 ഡിഗ്രി ആവരുത് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ അതിൻ്റെ അർത്ഥം? എ എന്ന് പറയണത് ഈക്വിലാറ്ററൽ അല്ലാത്ത ട്രയാങ്കിൾസിൻ്റെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? എ കോംപ്ലിമെൻ്റ് അതായത് എ എന്ന് പറയുന്നത് എന്താ? നോൺ ഈക്വിലാറ്ററൽ അല്ലാത്ത ട്രയാങ്കിൾസിൻ്റെ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്താ? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് അല്ലേ? എയുടെ ഓപ്പോസിറ്റാണ് എ കോംപ്ലിമെൻ്റ്. അപ്പോൾ ഈക്വിലാറ്ററൽ അല്ലാത്ത ട്രയാങ്കിൾസിൻ്റെ സെറ്റാണ് എ എന്നുണ്ടെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ സെറ്റ് ഓഫ് ഓൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. ഇനി അതെങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു മേക്ക് ഈച്ച് ഓഫ് ദ ഫോളോയിങ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെൻസും ഉണ്ട്, എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെൻസും ഉണ്ട്. അപ്പോൾ അത് ഏത് സെറ്റായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് അല്ലേ?
എയിലും എ കോംപ്ലിമെൻറ്റിലെയും എല്ലാ എലമെൻസും ഉള്ള സെറ്റാണ് എന്ത് യു എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 5 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ. 5 കോംപ്ലിമെൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു? യൂണിവേഴ്സൽ സെറ്റ് അല്ലേ? അപ്പോൾ യൂണിവേഴ്സൽ സെറ്റും എയും തമ്മിൽ ഉള്ള ഇൻ്റർസെക്ഷൻ എടുത്താൽ എന്തായിരിക്കും കിട്ടുക? യൂണിവേഴ്സൽ സെറ്റ് എയിലെ എല്ലാ എലമെൻറ്റും ഏതിലുണ്ട്? യൂണിവേഴ്സൽ സെറ്റിലുണ്ട് അല്ലേ? അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെൻറ്റും എയിലുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബട്ട് എയിലെ എല്ലാ എലമെൻസും യൂണിവേഴ്സൽ സെറ്റിലുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? എ ആയിരിക്കും കിട്ടുക. മനസ്സിലായി? അപ്പോൾ യു ഈക്വൽ ടു 1 2 3 4, എ ഈക്വൽ ടു 1 3. അങ്ങനെയാണെങ്കിൽ യു ഇൻ്റർസെക്ഷൻ എ എന്തായിരിക്കും? യുവിലും എയിലും കോമൺ ആയിട്ടുള്ളത് എന്താ? എയിലെ 1 3 അല്ലേ? യുവിലും എയിലും കോമൺ ആയിട്ടുള്ളത് എന്താ? 1 3, ദാറ്റ് ഈസ് എ. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? എ തന്നെ. അപ്പോൾ ഈ യൂണിവേഴ്സൽ സെറ്റാണ് ഇത് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക? 5യുടെ കോംപ്ലിമെൻറ്റ്, അതായത് എം ടി സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എം ടി സെറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? യൂണിവേഴ്സൽ സെറ്റ് തന്നെ. അപ്പോൾ 5 കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു യു, യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ ഇതെന്താണ്? എ ആണ്. ഇനി അടുത്തത് എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. എയിലുള്ള എലമെൻറ്റ് എ കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവില്ല അല്ലേ? എ കോംപ്ലിമെൻറ്റിലുള്ള എലമെൻറ്റ് എയിലും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എലമെൻറ്റ് കാണുമോ കോമൺ ആയിട്ട്? ഇല്ല. അപ്പോൾ രണ്ടിലും ഉള്ള എലമെൻറ്റ് ഇല്ല. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഇതൊരു എം ടി സെറ്റ്, നൾ സെറ്റ് ആയിരിക്കും. ഇനി അടുത്തത് നോക്കിയാൽ യൂണിവേഴ്സൽ സെറ്റ് കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ. യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താ? 5 അല്ലേ? ഇതൊക്കെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റിൽ പഠിച്ചു. യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് 5ഉം 5യുടെ കോംപ്ലിമെൻറ്റ് യൂണിവേഴ്സൽ സെറ്റുമാണ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആയ 5. അപ്പോൾ 5 ഇൻ്റർസെക്ഷൻ എ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5ഉം എയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എന്താ ഉണ്ടാവുക? 5 അല്ലേ? എല്ലാ സെറ്റിൻ്റെയും ഒരു സബ്സെറ്റാണ് എന്ത്? 5 എന്ന് പറയണത്. അപ്പോൾ ഈ 5 ആണ് ഇവിടെ എന്ത് കിട്ടുക? കോമൺ ആയിട്ട് കിട്ടുക. അങ്ങനെ എക്സസൈസ് 1.5 ഇവിടെ കഴിയാണ്. നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആരും കമൻ്റ് ഒന്നും ചെയ്യണില്ല. നിങ്ങളുടെ ഒരു റെസ്പോൺസ് കിട്ടാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര മോട്ടിവേഷനായിരിക്കും. ഇനി ബാക്കി മിസലേനിയസ് എക്സസൈസൊക്കെ ചെയ്യണമെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.